Hey all, this is me Shahana Hussain back again in Greatly Why. ഇപ്രാവശ്യത്തെ കേഡറ്റ് എക്സാമിന് അപേക്ഷകർക്കായിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. കേഡറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 ആയിട്ട് കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള കേഡറ്റിന്റെ എക്സാംസ് നടക്കാൻ പോവുകയാണ്. പലപ്പോഴും നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ച് എക്സാം എഴുതാൻ പോകുന്ന പലർക്കും കേഡറ്റിൽ വന്നു പോകുന്ന ഒരു അബദ്ധമാണ് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് മാറിപ്പോവുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിന് പോകുമ്പോൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ വരുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നമുക്ക്. പ്രത്യേകിച്ചും ഈ ഒരു എക്സാം മുമ്പ് എഴുതിയിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് കിട്ടും. അപ്പൊ ഇതൊക്കെ എത്ര എഴുതാനുണ്ടോ, ഇതിൽ ഏതാണ് ഞാൻ എഴുതേണ്ടത് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാംഗ്വേജ് 1 ഏതായിരുന്നു കൊടുത്തത്, ആ സമയത്ത് ഒരു പക്ഷേ വെറുതെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു പോയതായിരിക്കും. പക്ഷെ എക്സാം എഴുതുന്ന സമയത്ത് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ മാറാതെ നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ മലയാളവും ഇംഗ്ലീഷും ജനറൽ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെയാണ് എഴുതേണ്ടാത്തത്, എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് കേഡറ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എഴുതുന്നവരും ഇനി എഴുതാൻ പോകുന്നവർക്കുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ഹാളിലേക്ക് കൊണ്ടുപോവേണ്ടത് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. നിർബന്ധമായിട്ടും ഹാൾ ടിക്കറ്റ് ഉണ്ടാവണം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ID പ്രൂഫ്, ഒറിജിനൽ ID പ്രൂഫ് ഉണ്ടാവണം. അതിന്റെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പിയും നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ നമ്മൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നാണ് കയ്യിൽ വെക്കേണ്ടത്. എറേസർ, പെൻസിൽ, വാച്ച് ഇതൊന്നും ഹാളിലേക്ക് കയറ്റാൻ പറ്റില്ല. ഇതൊക്കെ ഹാൾ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ളത്, എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോരാൻ പറ്റില്ല. എക്സാമിന്റെ ടൈം കഴിയോളം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ചില സബ്ജക്ട്സിൻ്റെതൊക്കെ പെട്ടെന്ന് എക്സാം എഴുതി തീരാറുണ്ട്. കുറെ ടൈം എക്സ്ട്രാ ഉള്ള പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സാവധാനം ചെയ്താൽ മതി. പക്ഷേ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ആക്കാനും പാടില്ല. എന്തായാലും ഇതിന് നെഗറ്റീവ് മാർക്സ് ഇല്ല. അതാണ് വലിയൊരു പ്ലസ് പോയിന്റ്. നമുക്ക് കേട്ടിട്ടിൽ നെഗറ്റീവ് മാർക്സ് ഇല്ല. അപ്പൊ എന്തായാലും നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിചയപ്പെടുത്തി തരാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യം എക്സാം ഹാളിൽ കയറുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് തരും. അപ്പോൾ ആദ്യം തരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് സെറ്റ് A, B, C, D എന്ന് പറഞ്ഞിട്ട് 4 സെറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ സെറ്റും ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാക്കുക. നമ്മൾ ടേബിളിൽ എഴുതിയിട്ടുണ്ടാവും ഏത് സെറ്റ് അല്ലെങ്കിൽ ഏത് A ആണോ, B ആണോ, C ആണോ, D ആണോ നമുക്ക് എന്നുള്ളത് നമ്മുടെ രജിസ്റ്റർ നമ്പറിന്റെ കൂടെ തന്നെ ടേബിളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കി ഉറപ്പുവരുത്താൻ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അത് തന്നെയാണെന്നുള്ളത് കൺഫേം ആക്കുക. ആദ്യം നമുക്ക് തരുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വരും. ഓക്കെ, അതും കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ ആവും, ഇതൊക്കെ എഴുതാനുള്ളതാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ നിങ്ങൾക്ക് എഴുതാനുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെയാണ് എഴുതേണ്ടാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകം പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ബുക്ക്ലെറ്റ് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ്. ഇതിപ്പോ കാറ്റഗറി 2ന്റെ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം കാറ്റഗറി 3ന്റെയും പറയാം. അപ്പൊ കാറ്റഗറി 2 പാർട്ട് 1, ഓക്കെ, പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് ഇത്. ഇതില് നമുക്ക് ടോട്ടൽ 30 + 60 90 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 90 മാർക്സിനുള്ളതേ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ 90 മാർക്സിന് ചൂസ് ചെയ്യുക എന്നുള്ളത്, നമുക്ക് ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്നുള്ള ടോപ്പിക്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 30 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് കാണാം. ഈ 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ 31 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാറ്റഗറി 2 പാർട്ട് 1 മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. 31 മുതൽ 60 വരെ മാത്തമാറ്റിക്സിന്റെയും 61 മുതൽ ജനറൽ സയൻസിന്റെയും ക്വസ്റ്റ്യൻസ് കാണാം. 61 മുതൽ 90 വരെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് ഈ മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് എന്നുള്ളതും സോഷ്യൽ സയൻസ് എന്നുള്ളതും ഓപ്ഷനാണ്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ചൂസ് ചെയ്യാം.
അപ്പോൾ ഈ മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് ചൂസ് ചെയ്യുന്നവർ നമുക്ക് നമ്മുടെ OMR ഷീറ്റ് ഉണ്ടാവും ആൻസർ ബബിൾ ചെയ്യാൻ. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതിൽ ആദ്യം ബബിൾ ചെയ്യുക. മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതിന്റെ അടുത്തുള്ള സർക്കിളിൽ ബബിൾ ചെയ്യുക. സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതിന്റെ നേരെയുള്ള സർക്കിളിൽ ബബിൾ ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ബബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരേ ക്വസ്റ്റ്യന്റെ തന്നെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ടാവും, മലയാളം വേർഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നത് സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ഡാഷ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ ഇംഗ്ലീഷിലും അപ്പുറത്ത് ചോദിക്കും. ഓക്കെ. അപ്പോൾ സെയിം നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളം ഏതാണ് വായിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ് പാർട്ട് 2. ഈ പാർട്ട് 2 നമ്മൾ അപേക്ഷിച്ച സമയത്ത് നമുക്ക് ലാംഗ്വേജ് ഏതാണ്, പാർട്ട് 1 പാർട്ട് 2 ഏതാണ് എന്നുള്ളത് പ്രത്യേകം അതിൽ ചോദിച്ചിട്ടുണ്ടാവും. പാർട്ട് 2 ഏതാണ് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഐദർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം കൂടുതൽ പേരും ചൂസ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ് ചൂസ് ചെയ്തത് എന്നുള്ളത് ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. അത് നോക്കുക. ഹോൾ ടിക്കറ്റിൽ പാർട്ട് 2 എന്നുള്ളിടത്ത് നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്തത് എന്നുള്ളത് നോക്കുക. അത് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യുക. ഓക്കെ. ഇതിൽ 2 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെതും ഉണ്ടാവും, മലയാളത്തിൻ്റെതും ഉണ്ടാവും. 91 മുതലുള്ള 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 എഴുതി കഴിഞ്ഞു. 91 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് 91 മുതൽ 120 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പാർട്ട് 2 ബുക്ക്ലെറ്റിൽ ഉണ്ടാവുക. ഇനി നമുക്ക് തരുന്നതാണ് പാർട്ട് 3 ബുക്ക്ലെറ്റ്. പാർട്ട് 3യിലും ഇതേപോലെ തന്നെ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാംഗ്വേജ് നിങ്ങൾ ഏതാ ചൂസ് ചെയ്തത് എന്നുള്ളതും നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഹോൾ ടിക്കറ്റ് നോക്കുക. എന്നിട്ട് അതിലും ഇതേപോലെ തന്നെ 121 മുതലാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളവും ഉണ്ടാവും, ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമുക്ക് രണ്ടും മലയാളം ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ മലയാളം ചൂസ് ചെയ്തവര് മലയാളം ആൻസർ ചെയ്യുക, ഇംഗ്ലീഷ് ചൂസ് ചെയ്തവര് ഇംഗ്ലീഷും ആൻസർ ചെയ്യുക. ഇത് കൂടുതലും നമ്മുടെ ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാള ഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചൊക്കെ എളുപ്പമാണ് സാധാരണ ആവാറ്. 121 മുതൽ 150 വരെയാണ് ഈ ഒരു പാർട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനേക്കാൾ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സിൽ ഉണ്ടാവും. പക്ഷെ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സെലക്ട് ചെയ്ത് എഴുതുക. ഏതാണ് നിങ്ങൾ കൊടുത്തത് എന്ന് നോക്കുക. പാർട്ട് 1 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ജനറൽ സയൻസ് ഓർ മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്. കേട്ടറ്റ് കാറ്റഗറി 3 അപേക്ഷിച്ചുള്ളവർക്കുള്ളതാണ് ഇനി പറയുന്നത്. നമുക്ക് കാറ്റഗറി 2 പോലെ തന്നെ 3യിലും 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ബുക്ക്ലെറ്റ് ആണ് പാർട്ട് 1. കാറ്റഗറി 3യിലുള്ള പാർട്ട് 1 എന്നുള്ളത് അഡോളസന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 3 ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 1 ഉണ്ടാവുക. 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 40 മാർക്കിന്. പാർട്ട് 2 ഇംഗ്ലീഷ് ഓർ മലയാളം. ഇത് നമ്മൾ അപേക്ഷിച്ച ടൈമിൽ തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവും. നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നോക്കുക ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമാണ്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 41 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ ഇതിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുന്നത്. ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷ് പാർട്ട് എടുക്കുക. മലയാളം നോക്കാനേ പോകണ്ട. ഇംഗ്ലീഷ് പാർട്ട് എടുക്കുക. 30 എണ്ണം ആൻസർ ചെയ്യുക. മലയാളമാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷ് മറിച്ച് നോക്കാനേ പോകണ്ട. വെറുതെ നിങ്ങളുടെ ടൈം കളയണ്ട. നിങ്ങൾ ചൂസ് ചെയ്തിട്ട് മാത്രം ബബിൾ ചെയ്യുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലേക്ക് പോവുക. ഓക്കെ. 3ാമത്തെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അതായത് പാർട്ട് 3 ആണ് നിങ്ങളുടെ മെയിൻ സബ്ജക്ട്. നിങ്ങൾ ഏത് ഓപ്ഷനിലാണോ കാറ്റഗറി 3 അപേക്ഷിച്ചിട്ടുള്ളത് അതാണ് നിങ്ങളുടെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. 71 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബുക്ക്ലെറ്റിൽ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് BEd ചെയ്തവരാണെങ്കിൽ ഇംഗ്ലീഷ് ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആവും കിട്ടുക. അതുപോലെ തന്നെ മാത്സ് ആണെങ്കിലും മാത്സ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ അത്, ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അത്, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അത്, അങ്ങനെ ആ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു 3rd പാർട്ട് കിട്ടുക. ഇതാണ് 80 മാർക്കിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ബുക്ക്ലെറ്റ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേട്ടറ്റില് നമുക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റ്സ്. അപ്പൊ അവിടെ പോലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഹറിബറിയോ പിന്നെ ബബ്ലിംഗ് കൂടിയാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ടെൻഷനാവും. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ ടെൻഷൻ ആവാതെ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായി തന്നെ എക്സാം ചെയ്ത ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.